ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ചേലക്കര വിശേഷങ്ങൾ കണ്ടാലോ. നമ്മൾ ദേ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്നത് തന്നെ ഇതാണ് കേട്ടോ. അതായത് കൊടപ്പുളി ഉണക്കലാണ്. പറമ്പിൽ നമുക്ക് 2 കൊടപ്പുളി മരങ്ങളുണ്ട്. അപ്പോൾ എന്നും രാവിലെ മമ്മിയോ പപ്പയോ അല്ലെങ്കിൽ പറമ്പിൽ പോയിട്ട് കൊടപ്പുളി കൊണ്ടുവന്ന് ഇതുപോലെ റെഡിയാക്കലാണ് കേട്ടോ അവരുടെ പരിപാടി. നമ്മളിപ്പോൾ പണിത വീടിൻ്റെ ബാക്കിൽ ഒരു ചെറിയ ഷെഡ് വെച്ച് കെട്ടിയിട്ടായിരുന്നു അവർ താമസിച്ചിരുന്നത്. ഏകദേശം ഒരു വർഷം 1.5 വർഷത്തോളം അവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് നമ്മളൊരു പുതിയ വീട്ടിലോട്ട് മാറാൻ പോകുന്നത്. അപ്പോൾ തലേദിവസം രാത്രി എൻ്റെയും നാത്തൂൻ്റെയും ഒക്കെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു കേട്ടോ. പുതിയ വീട്ടിലോട്ട് ഷീറ്റ് വിരിക്കലായിരുന്നു പണി. രാത്രി ഈ പണികളൊക്കെ കഴിഞ്ഞ് കിടന്നതേ ഓർമ്മയുള്ളൂ കേട്ടോ, കാരണം അത്രയും ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീറ്റ് ചായക്കുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ടക്കറിയും അപ്പം ഉണ്ടാക്കി. മുട്ടക്കറി എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ കൂടിയും അത്യാവശ്യം പണികളും വീട്ടിൽ കുറേ സാധനങ്ങൾ പുതിയ വീട്ടിലോട്ട് മാറ്റാനുണ്ടായിരുന്നു. അതൊക്കെ ഷിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പറമ്പിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കൊടംപുള്ളി പറക്കലിൻ്റെ ഡ്യൂട്ടി എനിക്കും റിയയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ കുഞ്ഞാറ്റിയും ആവശ്യമുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ എന്താ പറയുക, തോടാണ്. അപ്പോൾ ഈ തോട്ടിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ കടന്ന് വേണം പോവാൻ. ഏട്ടനൊക്കെ ആദ്യം താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഇവർ റോഡ് സൈഡിലോട്ട് മാറിയത്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞ് കേട്ട ഓർമ്മയുണ്ട്, എന്താ പറയുക, മഴക്കാലം ആകുമ്പോൾ ഇവിടെയൊക്കെ നിറച്ചും വെള്ളമായിരിക്കും. സ്കൂളിലൊക്കെ പോയിരുന്നത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് പോയെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ള പലകയിൽ കൂടെ വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് വെള്ളത്തിന് താഴ്ചയോ അല്ലെങ്കിൽ ഒഴുക്കോ അങ്ങനെ കുഴപ്പമില്ല. എന്നിരുന്നാലും നമുക്കത് കാണുമ്പോൾ ഒരു പേടിയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞുള്ള കാഴ്ച അടിപൊളിയാണ് കേട്ടോ. എന്താ പറയുക, പച്ചപ്പ് എന്നൊക്കെ പറയില്ലേ, പാടം ഫുള്ളും പച്ച കളറും പിന്നെ പാടത്തിന് ഫുള്ളായിട്ട് നമ്മുടെ മഞ്ഞപ്പൂ ഇങ്ങനെ വിരിഞ്ഞ് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ കൊടപ്പുളിയൊക്കെ പറക്കി ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിൽ കളിയൊക്കെയാണ്. എല്ലാവരും കൂടി തോട്ടിൽ കുളിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് പിള്ളേർ മാത്രം ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിറങ്ങി ഞങ്ങൾ 2 മാറി നിന്നു കേട്ടോ. കുഞ്ഞിനെ ഒന്നും ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ല, കാരണം എനിക്ക് തന്നെ ഇതിൽ കൂടെ നടക്കാൻ പേടിയാണ്. പിന്നെ അവളെ എടുത്തുകൊണ്ട് നടക്കാൻ എനിക്ക് ഒട്ടും പറ്റില്ല. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് പുതിയ വീട്ടിലോട്ട് ഞങ്ങൾ കയറാണ് കേട്ടോ. വീടിൻ്റെ എല്ലാ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെല്ലാം നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്രായത്തിൽ ഇത്രയും നല്ലൊരു ഭവനം പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെത്ര അഭിനന്ദിച്ച് കഴിഞ്ഞാലും മതിയാവില്ല കേട്ടോ. ആരുടെയും സഹായം ഉണ്ടായിട്ടില്ല. അതായത് സാമ്പത്തികമായിട്ടോ അങ്ങനെയൊന്നും നമ്മളെ കൊണ്ട് സഹായം ചെയ്യിപ്പിക്കാതെ അവരുടെ കയ്യിലുള്ള പൈസ കൊണ്ടും അവരിതുവരെ സ്വരുക്കൂട്ടി വെച്ച സേവിങ്സും എല്ലാം കൊണ്ടാണ് കേട്ടോ ഈ ഒരു ഭവനം പണിതത്. കുഞ്ഞനാണെന്നുണ്ടെങ്കിൽ ചേട്ടനെയൊക്കെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. അവളാണെങ്കിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ജീവനാണ്. ചേട്ടനും അവളെ ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ 2 പേരും മാറി മാറി കളിയൊക്കെയാണ്. അങ്ങനെ വെഞ്ചിരിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് പുറത്താണ് ഏൽപ്പിച്ചേട്ടാ. ബിരിയാണി ആയിരുന്നു. അപ്പം ഞാൻ കുഞ്ഞനും കിച്ചുകൂട്ടനൊക്കെ കൊടുക്കാനുള്ള ഇതിലാണ്. അപ്പോൾ കുഞ്ഞനാണെന്നുണ്ടെങ്കിൽ വാരി കൊടുക്കുന്നത് പൊതുവെ ഇഷ്ടമല്ലല്ലോ, അവൾക്ക് തന്നെ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. വീടിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാനൊരു ദിവസം ചാനൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ, സീ യു.